തലശ്ശേരി ലോഗൻസ് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടിയിട്ട് 4 മാസത്തോളമായിട്ടും ചോർച്ച പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കഴിഞ്ഞ 4 മാസത്തോളമായി തലശ്ശേരി ലോഗൻസ് റോഡിൽ ഫെഡറൽ ബാങ്ക് ജംഗ്ഷന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് രാത്രിയിലും പകലിലും ഒരുപോലെ ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് പാഴാകുന്നത്. റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പ് പൊട്ടി ഇന്റർലോക്ക് കട്ടകൾക്കിടയിലൂടെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തും സമീപത്തെ കടകളിലേക്കും ഉൾപ്പെടെ ചെളിവെള്ളം തെറിക്കുകയാണ്. ഇത് ഏകദേശം 5 മാസത്തോളായിട്ട് ഇത് കാണുന്നുണ്ട്. ഈ വെള്ളം ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനൊരു അന്ത്യമില്ല. എത്രയോ നാളുകളായിട്ട് പലരും ചോദിക്കുന്നത് തലശ്ശേരിയുടെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം. ലോഗൻസ് റോഡ് പാലൈസിലുള്ള ഈ ജംഗ്ഷനാണ് ഇവിടെ. സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട്, അതുകൊണ്ട് തന്നെ ധാരാളം യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഒരുപാട് ജനങ്ങൾ ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്, ചളി തെറിച്ചിട്ടും വെള്ളം തെറിച്ചിട്ടൊക്കെ. തൊട്ടടുത്ത ഓവുചാലിൽ കൂടിയും പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നതായും കച്ചവടക്കാർ പറഞ്ഞു. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. മഴക്കാലത്തും വേനൽക്കാലത്തും ഉൾപ്പെടെ ജനങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് പൊതുനിരത്തിൽ അധികൃതരുടെ കൺമുന്നിൽ ഇത്തരത്തിൽ ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പൈപ്പിന്റെ ചോർച്ച പരിഹരിച്ച് വെള്ളം പാഴാകുന്നത് തടയാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.